ശ്യാമ, എ റഹീം നിരന്തരം എയറിലേക്ക് പോകുന്ന ഒരു CPM പ്രോഡക്റ്റാണ് എ റഹീം എന്ന് പറയുന്നത്. ഇപ്പോഴും എയറിലാണ്. ഡബിൾ എ റഹീം, അത് നമ്മുടെ ജയശങ്കർ സാറാണ് പറയുന്നത്. ഡബിൾ എ റഹീം, അത് കൊള്ളാമല്ലേ, നല്ല പേര്. പുള്ളി വിഴിഞ്ഞത്ത് വന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രസംഗം നടത്തി. വലിയ രീതിയിലുള്ള പ്രസംഗം നടത്തിയിട്ട് ഇപ്പൊ സർക്കാരിനെ, പുള്ളി ഏറി പൊക്കോട്ടെ, പക്ഷെ സർക്കാരിനെ കൂടെ ഞാൻ വലിച്ചുകൊണ്ട് പോകുന്നത്. അവിടെ പോയി നല്ലൊരു കാര്യം നടക്കുന്നു, അതിൽ പ്രസംഗിച്ച മൊത്തം പ്രളയത്തെക്കുറിച്ചും പ്രളയത്തെ ഇന്ന് കരകയറ്റിയ മുഖ്യമന്ത്രിയെ കുറിച്ചൊക്കെയാണ്. ജനങ്ങൾ വീണ്ടും പ്രളയത്തെക്കുറിച്ച് ഓർക്കുകയാണ്. ആ ദിനങ്ങൾ, ആ ദുർദിനങ്ങൾ. പിന്നെ മണിയാശാൻ ഡാം ഓർന്നിട്ട് എന്താ പുള്ളി ഇങ്ങനെ? അദ്ദേഹം ഇങ്ങനെയാണെന്നേ. അദ്ദേഹത്തിന് എയറിൽ നിന്ന് ഇറങ്ങാൻ ഒട്ടും താല്പര്യമില്ല. എ റഹീമിന് കംപ്ലീറ്റ് സമയം 24 മണിക്കൂറിൽ 24 മണിക്കൂറും പുള്ളി ആകാശത്ത് പറന്നു കിടക്കണം. പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു വലിയ പുള്ളി അതൊരു ഇതായിട്ട് എടുത്തിരിക്കുകയാണ്. അതായത് താൻ പോകുന്നതിന്റെ കൂടെ നാട്ടുകാരെയും കൊണ്ടുപോവുക. ഇപ്പൊ പിണറായി, മണിയാശാൻ അടക്കം എല്ലാവരെയും കൊണ്ടുപോയിട്ടുണ്ട്. ഇത് ധനുഷ് പറഞ്ഞ പോലെ ഈ പ്രളയമൊക്കെ മറന്നിരിക്കുകയായിരുന്നു ആൾക്കാർ. അത് ആ സമയത്തെ ദുർദിനങ്ങളെ കുറിച്ചൊന്നും ഓർക്കാൻ പോലും ആഗ്രഹിക്കാതിരിക്കുകയാണ് ആൾക്കാർ. ഈ 2018 എന്ന് പറഞ്ഞ സിനിമ വന്നപ്പോഴാണ് പിന്നെയും കുറച്ച് ആളുകൾ ആ സിനിമയുടെ സമയത്താണ് കുറച്ചെങ്കിലും ഇതിനെക്കുറിച്ച് ഓർത്തത്. പിന്നെ അവരൊക്കെ മറന്നുപോയത്. ഇപ്പം ഈ വിഴിഞ്ഞത്ത് പോയി ഒരു കാര്യമില്ലാതെ വിഴിഞ്ഞത്ത് പിന്നെ ഉദ്ഘാടനത്തിന് പോയി അവിടെ ചെന്ന് നിന്ന് ഒരു കാര്യമില്ലാതെ പ്രളയം എടുത്തിട്ട് ആളുകൾ മൊത്തം പ്രളയത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഇപ്പൊ എല്ലാവരെയും മണിയാശനെയൊക്കെ എടുത്ത് കയറി കയറ്റിരിക്കും ആൾക്കാർ ഡാം ഓർന്നിട്ടേന്. ഈ കുറച്ചാൾ മുമ്പ് വേറൊരു പരിപാടി കാണിച്ചു വെച്ചു. പിന്നെ ഈ ഒരു വിധത്തിൽ ഈ AKG സെന്റർ ന്യായീകരിച്ച് വരികയായിരുന്നു. ഈ നാടക സമിതി ഉണ്ടല്ലോ പറഞ്ഞേ, ഭയങ്കര പാടാണ് അല്ല മേയറെ ന്യായീകരിച്ച് കൊണ്ടുവരുമായിരുന്നു. മേയറെ സച്ചിൻ ദേവിനെയും കൂടെ ന്യായീകരിച്ച് ഒരു വിധത്തിൽ AKG സെന്റർ നല്ലൊരു യദുവിന്റെ വിഷയത്തിൽ നല്ലൊരു സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി AKG സെന്ററിൽ നല്ല രീതിയിൽ ഒരു നാടകം സച്ചിൻ ദേവ് കയറിയിട്ടില്ല എന്ന് പറഞ്ഞത് മെയിൻ പോയിന്റ് ആയിരുന്നു. അങ്ങനെ ആ നാടകം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രധാന കഥാപാത്രത്തെ കൊണ്ട് ഇറക്കിയത് എ റഹീം ആണതിലെ. ആ നാടകത്തെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകേണ്ട കഥാപാത്രമാണ് എ റഹീം. അതായത് ഇവരെല്ലാം ന്യായീകരിച്ച് ഈ നാടകം പൂർണ്ണ വിജയമാക്കി മാറ്റുന്നതിന് വേണ്ടിയാണ് എ റഹീമിനെ കൊണ്ടുവന്നത്. സ്ക്രിപ്റ്റ് മൊത്തം പൊളിച്ചു കളഞ്ഞ് പുള്ളി വന്നിരുന്നു. പുള്ളി വന്നിരുന്നു പറഞ്ഞ് സച്ചിൻ ദേവ് ബസ്സിൽ കയറി എന്ന് പറഞ്ഞു. ടിക്കറ്റും ചോദിച്ചെന്ന് പറഞ്ഞു. ഒരു MLA ടിക്കറ്റ് ചെയ്യാൻ പാടുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചെന്ന്? ഒന്നുകിൽ ആ വിഷയം പഠിച്ചിട്ട് ഇവരുടെ സ്ക്രിപ്റ്റ് വായിച്ച് പഠിച്ചിട്ട് വരണ്ടേ? ഇവർ പറഞ്ഞു വെച്ചിരിക്കുന്ന കഥ ഇന്നതാണ്. ഇവർ പറഞ്ഞിരിക്കുന്നു സച്ചിൻ ദേവ് ബസ്സിൽ കയറിയിട്ടില്ലെന്ന്, ഇദ്ദേഹം വന്ന് ബസ്സിൽ കയറി എന്ന് പറഞ്ഞു. ഇനി ഇതിനേക്കാൾ വലിയൊരു പരിപാടി പണ്ട് കാണിച്ചത് അറിയത്തില്ലേ? നമ്മുടെ മറ്റേ ആ ബ്രസീലിയൻ എംബസിയുടെ ഫ്രണ്ടിൽ പോയി സമരം ചെയ്തു. റിയാസും ഉണ്ടായിരുന്നു. ആമസോൺ മഴക്കാടില് പിന്നെ തീ പിടിച്ചു എന്ന് പറഞ്ഞിട്ട്. അത് ആമസോൺ മഴക്കാടിന് തീ പിടിച്ച് മഴക്കാട് കത്തിക്കൊണ്ടിരിക്കാൻ ഞാൻ അത് ഈ ബ്രഹ്മപുരത്ത് മാലിന്യം കത്തിയപ്പോൾ പുള്ളിയെ ഞാൻ കണ്ടില്ല. അല്ല, അന്നേരമാണ് ഈ നാട്ടിലെ ഇവിടുത്തെ ഈ വിഷയങ്ങൾ മൊത്തം പൊങ്ങി വന്നത്. ഇവിടുത്തെ ഈ എന്താ പറയാ, നമ്മുടെ കേരളത്തിലെ ഈ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന എല്ലാ പരിപാടികളും ഉയർന്നു വരാൻ കാരണക്കാരനായി മാറി എ റഹീം. ഇതുകൊണ്ടൊന്ന് അവിടെ പോയി സമരം 11 പേരാ മൊത്തം ഉണ്ടായിരുന്നു. ആ 11 പേര് ഒന്ന് സമരം ചെയ്ത് കാരണം ഈ കേരളത്തിലെ ആ സമയത്തുണ്ടായിരുന്ന സർവ്വ പ്രശ്നങ്ങളും കുത്തിപ്പൊക്കി നാട്ടുകാർ. അന്നാണ് ഈ പറയുന്ന കക്കാടംപൊയിലെ പിന്നെ അനധികൃത തടയണ വിഷയം അത് കുത്തിപ്പൊക്കിയ ആൾക്കാർ. എറണാകുളത്ത് ആ ശാന്തിവനത്തെ പ്രശ്നം കുത്തിപ്പൊക്കി കൊണ്ടുവന്നു. പിന്നെ ആ മേഴത്തൂരിലെ ആ ടാർ മിക്സിംഗ് പ്ലാന്റ് ഉണ്ടല്ലോ, കായലിനെ മലിനീകരിക്കുന്ന ഈ വിഷയം എല്ലാം കുത്തിപ്പൊക്കി. എല്ലാ ആൾക്കാരും വന്ന് കുത്തിപ്പൊക്കി. ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പുള്ളിയുടെ ഇരിക്കുന്നത്. പുള്ളി ഒരു ബാലരമയിലെ കഥാപാത്രമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കഥാപാത്രത്തിനനുസരിച്ച് ആ കഥാപാത്രത്തിന്റെ കഥാപാത്രം കാരണമാണ് ഈ പറയുന്ന പിന്നെ കുട്ടൂസനും ഡാഗിനിയും സ്ഥിരം പ്രസിദ്ധപ്പെടുന്നത്. സ്ഥിരമായിട്ട് അവർ ചെയ്യുന്ന നല്ല ബുദ്ധിപരമായിട്ട് മായാവിയെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് കൊണ്ടുവരുമ്പോൾ ഈ കഥാപാത്രം വന്ന് അതെല്ലാം പൊളിക്കും. സ്ഥിരമായിട്ട് പുള്ളിയുടെ ഒരു പരിപാടിയാണ്. അപ്പോൾ ആ രീതിയിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഇദ്ദേഹം. അതുപോലെ തന്നെ പഴയ ആ പ്രസംഗം ഓർമ്മയില്ലേ രാജ്യസഭയിൽ? അയ്യോ, അത് ഓർമ്മിക്കില്ലേ പൊന്നെ. ഇന്ത്യ ഈസ് എ ലാർജസ്റ്റ് കൺട്രി ഓഫ് ദി വേൾഡ്. ഐ ആം ഫ്രം കേരള. ഐ വുഡ് ലൈക്ക് ടു അഗെയിൻ ആൻഡ് അഗെയിൻ. എന്താ ഉദ്ദേശിച്ചത് അറിയില്ല. ഈ പ്രസംഗങ്ങളൊക്കെ ഈ CPM-കാരുടെ പ്രസംഗങ്ങളൊക്കെ വിശ്വസിക്കാതെ നമുക്കറിയാം. നമ്മുടെ ചിന്ത ചേച്ചിയുടെ പ്രസംഗമുണ്ട്, നമ്മുടെ ശ്രീമതി ടീച്ചറിന്റെ ഒരു പ്രസംഗമുണ്ട്, എപ്പിഡമിക് എന്നൊക്കെ പറയുന്ന വലിയ ഇതൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പ്രസംഗം. പക്ഷേ നമ്മളൊരു കാര്യം പറയണം, ബ്രിട്ടാസ് കുറച്ച് നല്ല സ്റ്റാൻഡേർഡ്. ഞാൻ കേരളത്തിൽ നിന്ന് പോയ ആൾക്കാരിൽ വെച്ച് സുരേഷ് ഗോപി കഴിഞ്ഞാൽ പിന്നെ ബ്രിട്ടാസ് ആണ് നല്ല രീതിയിൽ. നല്ല ആക്സെന്റ് ഇല്ലെങ്കിലും പുള്ളി ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല. പക്ഷെ സുരേഷ് ഗോപി ആക്സെന്റോട് കൂടി പ്രസംഗിക്കും. ആ കാര്യത്തിൽ നല്ല രസമാണ്. ആക്സെന്റും ഉണ്ട്, കണ്ടന്റും ഉണ്ട്. ഇവർ രണ്ടുപേർക്കും അത്യാവശ്യം ആക്സെന്റും കണ്ടന്റും. അദ്ദേഹം അവതരിപ്പിക്കുന്ന പരിപാടി നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. JB ജംഗ്ഷൻ
നല്ല രസമാണ്. അതിന്റെയൊക്കെ ഒരു എക്സ്പീരിയൻസ് കാണും. മാധ്യമപ്രവർത്തനം എന്നുള്ള എക്സ്പീരിയൻസ് റഹീമിനെ സംബന്ധിച്ച് ഈ ഇടയ്ക്ക് കശ്മീരൊക്കെ പോയില്ല. കശ്മീരിൽ പോയിട്ട് അവിടെ ഇതേ മണ്ടത്തരം കാണിച്ചു. മോഡി വിൽ ബി ഡിഫീറ്റഡ്. അവിടെ ഏതോ ഒരാളുടെ മുമ്പിൽ ഇവർ PR വർക്കും PR ടീമൊക്കെ കാണുമല്ലോ. റഹീം അവിടെ എത്തിച്ചെല്ലുമ്പോൾ റഹീമിന്റെ ഫോട്ടോ എടുക്കാനും റഹീം അവിടെ ആൾക്കാരോട് സംവാദിക്കുന്നത് റഹീമിന്റെ ഫേസ്ബുക്ക് വഴി പുറത്ത് വിടാനും ഒക്കെ ഇവർക്ക് PR ടീം കാണുമല്ലോ. അവിടെ ചെന്നിട്ട് ഒരു വയോവൃദ്ധന്റെ ദേഹത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഡോണ്ട് വറി, ഐ ആം ഹിയർ, മോഡി വിൽ ബി ഡിഫീറ്റഡ്. അത് കണ്ടിട്ട് ചിരിച്ച് വലിച്ചു പോയി. ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ അതുണ്ട് വലിയ രീതിയിൽ. അത് PR വർക്കിന്റെ കൂടെ അവരെങ്കിലും പറഞ്ഞു കൊടുക്കണ്ടേ. അവരെങ്കിലും പറയാം സാറേ ഇംഗ്ലീഷ് തെറ്റാണ്. ബേസിക്കലി അവർക്ക് പോലും നോളജ് ഇല്ല എന്നുള്ളതാണ്. ഈ ശ്യാം, ഈ നമ്മുടെ ആ ഒരു സ്ത്രീയുടെ പേരെന്താണ്, നമ്മുടെ ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം തർജ്ജമ ചെയ്യുന്ന കണ്ടിട്ടുണ്ടോ പല ആൾക്കാരും? ഭയങ്കര രസമാണ്. ബൃന്ദ കാരാട്ട് ഒരു കാര്യം പറയും, പ്രസംഗം വേറൊരു രീതിയിലോട്ട് പോകും. ബൃന്ദ കാരാട്ട് പറയും നരേന്ദ്രമോദിയെ കുറിച്ച് ഒരു കാര്യമായിരിക്കും പറയുന്നത്, ചിലപ്പോൾ മോദിയെ കുറിച്ചേ പറയില്ല, ഇവരുടെ തോന്നിയ വാർഡിന് പ്രസംഗിച്ച് അങ്ങ് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. ആ പ്രസംഗം പോലും തർജ്ജമ ചെയ്യാൻ ഒരാളില്ലെന്നുള്ളതാണ് ഇവരുടെ ഈ ഇംഗ്ലീഷ് പ്രാവീണ്യത്തിന്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്. പല ആൾക്കാർക്ക് ഈ ഇടയ്ക്ക് നമ്മുടെ ബിന്ദു ടീച്ചർ ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബിന്ദു, അവരുടെ വീട് തലേ ചുമന്ന് വെച്ചുകൊണ്ടിരിക്കുന്നത് ഐ ക്യാരി മൈ ഹൗസ് ഓൺ മൈ ഹെഡ് എന്ന്. എന്നിട്ട് പുള്ളിക്കാരി ഫേസ്ബുക്കിൽ കടുകട്ടി ഷേക്സ്പിയറിന്റെയും ഷെല്ലിയുടെയും ഒക്കെ ഇംഗ്ലീഷ് അതെങ്ങനെ വരുന്നു അതാരും എഴുതി കൊടുത്താണ് കേട്ടോ, 100%. പിന്നെ അത്രയ്ക്ക് നോളജ് ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അങ്ങനെയാണെങ്കിൽ നല്ല രീതിയിൽ ഫേസ്ബുക്കിൽ ശശി തരൂരിന്റെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് പോലെ. അതെ അതെ അതെ, നല്ല ഭാഷ നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവർക്ക് എന്ത് സംഭവിക്കുന്നത് ഞാൻ ആലോചിച്ചു. അപ്പൊ മറ്റാരും ഇത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇവരുടെ ഫേസ്ബുക്ക് പേജൊക്കെ നമ്മൾ ഈ പേജ് കൈകാര്യം ചെയ്ത മറ്റാരെങ്കിലും ആയിരിക്കും. റഹീമിന്റെ വിഴിഞ്ഞത്തെ പ്രസംഗം എങ്ങനെ ഉണ്ടായിരുന്നു? വിഴിഞ്ഞത്ത് പിന്നെ പറഞ്ഞു CM ദ ക്രൈസിസ് മാനേജർ എന്നൊക്കെ പറഞ്ഞു. വലിയ വലിയ കടിച്ചാപ്പൊട്ടാത്ത വാക്കൊക്കെ പറഞ്ഞു കൊച്ചു പിള്ളേർക്ക് അറിയുന്ന വാക്കാണ് മാനേജിംഗ് പബ്ലിക് അഫേഴ്സ് എന്നാണ് ഓക്സ്ഫോർഡ് ഡിക്ഷണറി അതിനെ വിശദീകരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ പുള്ളി സാറാവാനുള്ളതായിരുന്നു കേട്ടോ. ആരാ? ഇദ്ദേഹം അല്ലേ? ഇദ്ദേഹം പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്തിലാണെന്നറിയാമോ? ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ്. ഇസ്ലാമിക് ഹിസ്റ്ററിയിലാണ് എടുത്തിരിക്കുന്നത്. പിന്നീട് LLB ഇദ്ദേഹത്തിനുണ്ട്. അത് നമ്മുടെ മറ്റേ അങ്ങനെയാണ് പറയുന്നത്. ഈ പ്രതിപക്ഷക്കാരെല്ലാം പറയുന്നത് ഇവർക്കുള്ള ഈ റഹീം, അഡ്വക്കേറ്റ് A റഹീം, അഡ്വക്കേറ്റ് M സ്വരാജ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഇപ്പം അവിടെ ഒന്നും നടക്കില്ല. ഇപ്പൊ വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ക്ലാസ്സിലൊക്കെ ചെന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും പിന്നെ അറ്റൻഡൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് കിട്ടില്ല. പാർട്ടി മുങ്ങി താഴ്ന്നു തുടങ്ങിയില്ലേ, എക്സാം എഴുതാൻ പറ്റില്ല, എക്സാം എഴുതാൻ സാധിക്കില്ല അറ്റൻഡൻസ് ഇല്ലെങ്കിൽ. പക്ഷെ ഇദ്ദേഹമൊക്കെ പണ്ട് പോയി ഇതുപോലെ അവിടെ നിന്ന് എടുത്തയാണെന്ന് തോന്നുന്നു. നമ്മുടെ ശിവൻകുട്ടിക്ക് ഇല്ലല്ലേ? ശിവൻകുട്ടിക്ക് അഡ്വക്കേറ്റ് ഇല്ല, അഡ്വക്കേറ്റ് ശിവൻകുട്ടി അല്ല, LLB ഇല്ല, ഡിഗ്രിയാണ്. അദ്ദേഹം ഈ പറയുന്ന പോലെ ഞാൻ അത് ട്രോൾ കണ്ട് കുറെ നേരം ഇരുന്ന് ചിരിച്ചു. അതായത് വിഴിഞ്ഞത്ത് വന്ന കപ്പലിന്റെ പേര് പറഞ്ഞ ശിവൻകുട്ടി ആശുപത്രിയിൽ എന്ന് പറഞ്ഞിട്ട് അതിന്റെ കാരണക്കാരൻ ഇദ്ദേഹമാണ്. അതിന്റെ കാരണക്കാരൻ ഈ A റഹീമാണ്. ഈ A റഹീം അവിടെ പോയിട്ട് പിന്നെ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഒക്കെ എടുത്തു വെച്ച് പിന്നെ വാരി വിതറിയപ്പോഴാണ് ശിവൻകുട്ടി അവിടെ വന്നിട്ടുണ്ടെന്ന് ആൾക്കാർ കണ്ടുപിടിച്ചത്. അങ്ങനെ ശിവൻകുട്ടി എടുത്ത് ഏറെ കയറ്റി. മനുഷ്യന്റെ സൈഡിൽ കൂടെ ജീവിച്ചു പോകാൻ നോക്കുന്നത് ആമയിഴഞ്ചാൻ തോട് എന്നൊന്ന് പറയാൻ തന്നെ പുള്ളിക്കാരൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ആമ ഇഞ്ഞ 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 ഇതേപോലെ ഞാൻ പറയുന്നത് അതുപോലെയാണ്. 3 ഇഞ്ഞ വന്നു, ആമ ഇഞ്ഞ 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 ഇഴഞ്ചാൻ തോട് എന്ന്. പുള്ളി എന്താണെന്ന് അറിയില്ല പുള്ളിക്ക് പറ്റിയത്. പക്ഷെ പുള്ളി അത്യാവശ്യം നല്ല രീതിയിലൊക്കെ വലസി നടന്ന് സംസാരിച്ച് ആൾക്കാരെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. ഓർമ്മയുണ്ടോ? ഇവിടെ ആൾക്കാരെ സ്ത്രീകളെയൊക്കെ ഭീഷണിപ്പെടുത്തുന്ന വീഡിയോ ഉണ്ടായിരുന്നു. ഏതോ ഒരു പരിപാടി അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞേ മര്യാദയ്ക്ക് ഇരുന്നോണ്ട് എന്റെ സ്വഭാവം അറിഞ്ഞൂടാന്നൊക്കെ പറഞ്ഞു. പഴയ വീഡിയോ ഇന്ത്യ വിഷനുള്ള കാലത്ത് കണ്ടോ? ഇന്ത്യ വിഷന്റെ വീഡിയോ, ആ വീഡിയോ ആണ്. അപ്പൊ അതിൽ നിന്ന് പുള്ളി എങ്ങനെ ഇതിലോട്ട് വന്നു എന്ന് എനിക്ക് ഒരു പിടി. വയസ്സായി വരികയാണല്ലോ, അതിന്റെയൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഈ കോടതിയിൽ പോയി വെല്ലുവിളിച്ചു A റഹീം. കോടതിയിൽ കേസിന് ചെല്ലത്തില്ല. ആ വിജയലക്ഷ്മി എന്ന് പറഞ്ഞൊരു മേഡം ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ അധ്യാപിക. അവിടെ പോയി യൂണിവേഴ്സിറ്റി കലോത്സവം നടന്നിരുന്ന സമയത്ത് ഉത്തരവാദിത്തം വിജയലക്ഷ്മി മേഡത്തിനായിരുന്നു. അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ലക്ഷം രൂപ ആദ്യമേ മേടിച്ചു. എന്നിട്ട് അതിന്റെ ബില്ല് കൊടുത്തില്ല. ബില്ല് കൊടുക്കാതെ 7 ലക്ഷം രൂപ വീണ്ടും പോയി ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നേരത്തെയുള്ള ബില്ല് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവരെ 2 മണിക്കൂർ തടഞ്ഞു വെച്ചു. എന്നിട്ട് മുട്ടുസൂചി വെച്ച് കുത്തി. കാര്യമായിട്ട് ഇവരുടെ കൂട്ടത്തിൽ ആരും ഒരാൾ മുട്ടുസൂചി വെച്ച് ആ മേഡത്തിന്റെ പരാതി അതാണ്. അവരെ മുട്ടുസൂചി വെച്ച് കുത്തി കൊടുത്തു. അങ്ങനെ അവര് ശാരീരിക ഉപദ്രവം
ഏൽപ്പിച്ചു ഇവരുടെ കൂട്ടത്തിലുള്ള എ റഹീം എന്ന് പറഞ്ഞിട്ട് റഹീമിനെ കുറിച്ച് പിന്നെ ഒരുപാട് ആരോപണങ്ങളുണ്ട്. 12 പേര് ഈ കേസിൽ പ്രതികളാണ്. എന്നിട്ട് സർക്കാർ അല്ല, അവരെ മുട്ടസൂചി വെച്ച് കുത്തി എന്നുള്ള അവരെ അതിദാരുണമായിട്ട് മാനസികമായിട്ടും ഉപദ്രവിച്ചു എന്ന് പറയും. ശാരീരികമായി ഉപദ്രവിച്ചു 2 മണിക്കൂർ അവരെ ഉപദ്രവിച്ചു. അവരെ ഓഫീസിൽ കയറ്റി അവരെ ഇരുത്തിയിട്ട് ചുറ്റും ഈ ആൾക്കാർ മുഴുവൻ കൂടി നിന്നിട്ട് AC ഓഫ് ചെയ്തു. അപ്പൊ സ്വാഭാവിക ശ്വാസം മുട്ടും. എന്നിട്ട് അവരുടെ തലമുടി ഓരോന്നായിട്ട് പിഴുതെടുത്തു എന്നാണ് അവരുടെ ആരോപണം. അതെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, സർക്കാർ കോടതിയിൽ നിന്ന് ഈ കേസ് പിൻവലിക്കുക എന്ന് പറഞ്ഞ് കോടതി ചെന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മേഡം നേരിട്ട് വന്നു. അവർ നേരിട്ട് വന്നിട്ട് പറഞ്ഞു ഞാൻ കേസ് പിൻവലിക്കാൻ ഞാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എ റഹീം കോടതി ഹാജരാവാതെ കോടതിയെ വെല്ലുവിളിച്ച് നടന്നു. അപ്പം പിന്നെ പ്രോസിക്യൂഷനോട് കോടതി ചോദിച്ചു എവിടെ, ഇദ്ദേഹത്തിന്റെ അഭിഭാഷകനോട് ചോദിച്ചു എവിടെ പോയെന്ന് ചോദിച്ചു. ഇദ്ദേഹം എ റഹീം എവിടെ നിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു സ്ഥലത്തില്ല, പുള്ളി ഒരു രാജ്യസഭാ MP ആണ്, അതിന്റെ ഉത്തരവാദിത്വങ്ങളും കാര്യങ്ങളുമായിട്ട് പുള്ളി പുറത്താണെന്ന് പറഞ്ഞു. അപ്പം കോടതി ചോദിച്ചു ഇന്നലെ രാത്രിയിൽ തിരുവനന്തപുരത്തെ ഇന്ന ചാനലിന്റെ സ്റ്റുഡിയോയിലിരുന്ന് സംസാരിച്ച പിന്നെ ആരാണെന്ന് ചോദിച്ചു. മര്യാദയ്ക്ക് വന്നോളാൻ പറഞ്ഞു കോടതി. അങ്ങനെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് 1 വർഷം ശിക്ഷയൊക്കെ കിട്ടി. ഉമ്മൻചാണ്ടിയുടെ സർക്കാർ എന്ന സമയത്ത് 2013 ഈ സെക്രട്ടേറിയറ്റിന്റെ പരിസരത്ത് പോയി അലമുണ്ടാക്കിയതിന് കോടതി 1 വർഷത്തേക്ക് ശിക്ഷിച്ചു. അതിൽ പിന്നെ ഇത് എടുത്തിട്ട് ജാമ്യം എടുത്തിട്ടാണ് ഇപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണിക്കുന്നത്. എന്തായാലും എ റഹീമിന്റെ കുൽസിതങ്ങൾ എ റഹീം തുടങ്ങുന്ന മുറയ്ക്ക് നമുക്കും തുടരാം. അതെ തൽക്കാലം ഇപ്പം ഒരുമാതിരിപ്പെട്ടവരെ എല്ലാം ഏറെ കയറ്റിയിരിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ടവരെ മുഴുവൻ ഏറെ കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം പുതിയ ആരെങ്കിലും പുള്ളിക്ക് കൈ കിട്ടണം. ഒരു കാരണവശാലും ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ കൊണ്ടുവരുന്നവർ ഈ സ്ക്രിപ്റ്റ് മൊത്തം പൊളിച്ചു കളയും. ശരി.